ഇന്ന് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? അത് എന്ത് ഉപ്പേരി എന്നുള്ളത് വഴിയേ നമുക്ക് കാണാട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കൊച്ചുള്ളി, അതായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ടാ. ഇതുപോലത്തെ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്ക പഴയ വീടുകളിലും ഇതുപോലത്തെ പാത്രം ഉണ്ടാവും കേട്ടോ. ഇതുപോലത്തെ പാത്രം വീട്ടിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കതിലിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പിടാം കേട്ടോ. പിന്നെ തൃശ്ശൂരിലൊക്കെ നമ്മൾ ഈ ഉപ്പേരി എന്നൊക്കെയാണ് പറയാം കേട്ടോ. അതായത് നമുക്ക് തൃശ്ശൂരിൽ ഒരു ചാറുകറിയും ഒരു ഉപ്പേരിയും അത് മസ്റ്റാണ്. പിന്നെ അതൊന്ന് നന്നായി ഒന്നും കൂടെ മൂത്ത് വരുമ്പോൾ നമ്മുടെ സ്മെല്ലും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻ്റാണ് വേപ്പില. ആ വേപ്പില, അതും ഫ്രഷ് വേപ്പില, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ചതച്ച മുളക്, ഇടിമുളക്, കുത്തുമുളക് എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇതിനധികം എരിവുണ്ടാവില്ല. അത് കാരണം ഞാനൊരു പൊടിക്കും കൂടി നമ്മുടെ മുളക് പൊടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എരിവുണ്ടാവില്ല. പിന്നെ നമ്മുടെ പ്രധാന സംഭവമാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ വാഴയുടെ കുടപ്പൻ എന്നൊക്കെ പറയും. അത് അമ്മച്ചി മഞ്ഞൾപ്പൊടി ഇട്ട് പൊത്തി വെച്ചേക്കാൻ തട്ടത്. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് കാച്ചണ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. സാധാരണ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതിലിട്ടത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് നന്നായി ഇങ്ങോട്ട് ഇളക്കാം. അതന്നെ. പിന്നെ വേണമെങ്കിൽ ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ജസ്റ്റ് ഒരു തെളിച്ച് കൊടുക്കാം നമുക്ക് വെള്ളം കേട്ടോ. ഞാനതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ്. തുറന്ന് നോക്കുമ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഇതാണ് നമ്മുടെ വാഴക്കുടപ്പൻ ഉപ്പേരി കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായാ?